പേടിക്കാനും വേണം ഒരു ബുദ്ധിയൊക്കെ. എന്നാ ആ ബുദ്ധി എനിക്കുണ്ട്. അതും വെച്ചോണ്ടാണ് ഇന്ന് രാത്രി പ്രേത സിനിമ കാണാൻ പോകുന്നത്. അതും ഞാൻ ഒറ്റയ്ക്ക്. അതിന്റെ ഒരു ഇളക്കമാണ് നിങ്ങൾ കാണുന്നത്. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറിക്കോളും. പിന്നെ വിശപ്പിന്റെ കൂടപ്പുറപ്പാണെന്ന് അറിയാലോ. അപ്പൊ വലുതും പോയി കുറിക്കാൻ ഉണ്ടാക്കാം ആദ്യം. പിന്നെ ചേട്ടനെ കൂട്ടുന്നില്ലേ ചോദിച്ചാൽ ചേട്ടൻ ഇപ്പൊ 2 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ആൾക്ക് കുറച്ചുകൂടെ ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഇഷ്ടമെങ്കിൽ എനിക്ക് പ്രേത സിനിമ എന്നൊക്കെ പറഞ്ഞ പ്രാന്താണ്. പണ്ട് വെക്കേഷൻ ആയി കഴിഞ്ഞാല് കസിൻസ് ആയിട്ട് സ്ഥിരം ഇതൊക്കെ തന്നെ കാണലായിരുന്നു പണി. എന്നിട്ട് പ്രേതക്കഥ പറച്ചിലും പിന്നെ രാത്രി തൊട്ട് ഉറങ്ങത്തതും ഇല്ല. ഇതിപ്പോ ഏത് പൊട്ട സമയത്താണാവോ ഒറ്റയ്ക്കിരുന്ന് കാണാനുള്ള ബുദ്ധി ഉദിച്ച്. കഴിക്കാൻ ഇവിടെ ചോക്ലേറ്റ് പോപ്കോണും സ്മൂത്തി ഉണ്ടാക്കാം. ഈ പോപ്കോൺ നമ്മളെ പാക്കറ്റ് എടുത്ത് മൈക്രോവേവിൽ 2 മിനിറ്റ് വെച്ചാൽ തന്നെ സെറ്റ് ആയി കിട്ടുവേ. എന്നിട്ട് അതിൽ മിക്സിനുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ മതി. വിശപ്പല്ലാതെ കുറിക്കാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അല്ലെ സിനിമ കാണുമ്പോൾ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധ അതിലേക്ക് പോവല്ലോ. അപ്പൊ പിന്നെ പേടിക്കുന്ന സീനൊക്കെ വരുമ്പോ ഫുഡും കഴിച്ചോണ്ടിരുന്ന അത്രയും കുറച്ച് പേടിച്ചാൽ മതി. എന്നാ പിന്നെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് ഇത് കാണുന്നത് നിങ്ങൾക്ക് തോന്നും. സ്വാഭാവികം. ഞാനും അതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇപ്പൊ കാണാൻ എടുത്തിരിക്കുന്നത് കോഞ്ചറിംഗ് ആണ്. അത് ഒരുപാട് വർഷം മുമ്പ് എല്ലാവരുടെയും കൂടി ഇരുന്ന് കണ്ടതാ. അതിൽ അനവല്ല പോലത്തെ ഒരു പാവ എനിക്ക് പണ്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ സിനിമ കണ്ട് പേടിച്ചിട്ട് ആ പാവ ഞാൻ വീട്ടിൽ അലമാരിയിൽ വെച്ചിട്ട് പൂട്ടി. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞതിനെ എടുത്ത് കളയും ചെയ്തു. ആദ്യത്തെ ആ ചാട്ടം മാറിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാണാൻ അവിടെ പോയി ഇരുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് ഉറക്കം എഴുന്നേറ്റ് വന്നായിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ചു പോയി. ഇത് കണ്ട് പകുതിയായപ്പോഴേക്കും പേടിച്ചിട്ട് ബെഡ്റൂമിലോട്ട് പോലും പോകാൻ പറ്റാതെ. പിന്നെ ഇനി എത്ര പേടിയായെന്ന് വെച്ചാലും കണ്ണടയ്ക്കുന്ന പോലത്തെ നാളം കെട്ട പരിപാടി ഞാൻ ചെയ്യാൻ നിൽക്കില്ല. ഞാൻ അന്ത സൈഡ് പോസ് ചെയ്തേ ഉള്ളൂ. ഈ വീട്ടിലെ മനുഷ്യരാരും കൊണ്ട് എഴുന്നേറ്റ് വരുന്നതുമില്ല. താഴത്തെ വീട്ടുകാരുടെ തട്ടലും മുട്ടലൊക്കെ അവിടെ ഇവിടേക്ക് കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് ആ പോപ്കോൺ മുഴുവനും തിന്നു നിർത്ത്. അല്ല പിന്നെ രാത്രിയാകുമ്പോൾ ഓരോ അസുഖങ്ങളെ എന്റെ കാര്യം തന്നെ പറഞ്ഞേ.